പൗരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി ഏപ്രിൽ 9 മാറ്റിവെച്ചു. ഉപഹർജികളിൽ മറുപടി നൽകാൻ 4 ആഴ്ച വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ച സുപ്രീം കോടതി 3 ആഴ്ച സമയമാണ് അനുവദിച്ചത്. പൗരത്വ നിയമ ഭേദഗതിയിൽ ആരുടെയും പൗരത്വം റദ്ദാക്കപ്പെടുന്നില്ലെന്നും ഹർജികൾ മുൻവിധിയോടെ ആണെന്നും കേന്ദ്രം കോടതിയിൽ വാദിച്ചു. ഉപഹർജികളിൽ മറുപടി നൽകാൻ 4 ആഴ്ച സാവകാശം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിന് സാവകാശം ചോദിക്കാൻ അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു. ഇത് പരിഗണിച്ചാണ് സുപ്രീം കോടതി 3 ആഴ്ച സമയം അനുവദിച്ചത്. 4 വർഷത്തിനു ശേഷമാണ് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയതെന്നും CAA സ്റ്റേ ചെയ്യണമെന്നുമാണ് ഹർജിക്കാരിലൊരാളായ മുസ്ലിം ലീഗ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. വിജ്ഞാപനം സ്റ്റേ ചെയ്ത ശേഷം വാദം കേൾക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ലീഗിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചോദിച്ചു. കേന്ദ്രം ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നതുവരെ ഈ നിയമപ്രകാരം ആർക്കും പൗരത്വം നൽകരുതെന്ന് ഹർജി നൽകിയവർ കോടതിയിൽ വാദിച്ചു. എന്നാൽ പൗരത്വം നൽകുന്നത് 3 മാസം നീണ്ടുനിൽക്കുന്ന നടപടിയാണെന്നും ഈ സാഹചര്യത്തിൽ അഭയാർത്ഥികളുടെ അവകാശം ലംഘിക്കരുതെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. കോടതിയുടെ തീരുമാനം വലിയ ആശ്വാസമാണെന്നാണ് കോടതി നടപടികൾക്ക് ശേഷം മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ, ഹാരിസ് ബീരാൻ എന്നിവരാണ് അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത്. 2019 നിയമം പാസ്സായതെന്നും അന്ന് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരുന്നില്ലെന്നും അതുകൊണ്ടാണ് കോടതി സ്റ്റേ നൽകാതിരുന്നത് എന്നുമാണ് കപിൽ സിബൽ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് CAA നടപ്പിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും കപിൽ സിബൽ പറയുന്നു. CAA മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നുവെന്നും ഇത്തരത്തിൽ മതപരമായ വേർതിരിവ് കാണിക്കുന്നത് ആർട്ടിക്കിൾ 14 ലംഘനമാണെന്നും മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ലീഗിനു പുറമെ DYFI, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര, കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ജയറാം രമേശ്, അസദുദ്ദീൻ ഒവൈസി, സന്നദ്ധ സംഘടനകൾ, നിയമവിദ്യാർത്ഥികൾ എന്നിവരാണ് ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത്. CAAക്കെതിരെ സുപ്രീം കോടതിയിൽ ആദ്യം ഹർജി ഫയൽ ചെയ്ത സംസ്ഥാനം കേരളമാണ്. ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യതക്കുള്ള അവകാശത്തിന് വിരുദ്ധമാണ് CAA എന്നാണ് കേരളം ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്.